ഹലോ! എന്തെല്ലാം ഉണ്ട്? ഏ? അപ്പം കഴിഞ്ഞ ആഴ്ച എറണാകുളം പോയേരോ? ഞാൻ ഈടെ ഒന്ന് കേറിയിട്ടുണ്ടേനു. എല്ലാ പ്രാവശ്യവും എറണാകുളം പോകുന്ന സമയത്ത് ഈടെ കേറലൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് എറണാകുളം പോകുന്ന സമയത്ത് ഈടെ കേറിയിട്ട് ഒരു ബുഫേ കഴിക്കാറുണ്ട്. കേറി പോകുമ്പം തന്നെ നോക്കിയാട്ടെ, ലെക്സസ് എൽസി 500 എല്ലാമാണ് അവിടെ വെച്ചിട്ടുള്ളെ. ഇതുപോലത്തെ ചില നയന മനോഹരമായിട്ടുള്ള കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടെല്ലാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എടുത്തൊരു കാഴ്ച കണ്ടു നിങ്ങൾ. മുട്ട പപ്സിനും ചിക്കൻ പപ്സിനും ₹350 പ്ലസ് ടാക്സ്. അല്ല അങ്ങനെയാണെങ്കിൽ ഇവർ പറയണത് 2 പപ്സ് ഉണ്ടാക്കാനും ഒരേ ചിലവ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ബേക്കറിക്കാർ നമ്മളെ പറ്റിക്കുന്നില്ലേ അല്ലേ? 2 പപ്സിനും 2 റേറ്റ് ഇട്ടിട്ട്. എന്തൊരു ചതിയാ ചെയ്യുന്നവർ. ഇവിടെ മുട്ട പപ്സിനും ചിക്കൻ പപ്സിനും ₹350 പ്ലസ് ടാക്സ് അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിയിലാണ്. ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിൻ്റെ മലബാർ കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഒരു ബുഫേ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. രാത്രിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിന്നർ ബുഫേ. ഒരു 8:30 ആകുമ്പോൾ ഞാനിവിടെ എത്തിയിരുന്നു. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബിയറിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷ് ഇങ്ങനെ ഐസിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം എന്ത് ഫിഷ് വേണമെങ്കിലും. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറേ പിക്കിളും ചമ്മന്തിപ്പൊടി എല്ലാം ഉണ്ട്. പപ്പടം എല്ലാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ കണ്ടിയ ബിയറില്ലേ, അത് ബുഫേയിൽ ഇൻക്ലൂഡഡ് അല്ല. അതിന് ₹300 പ്ലസ് ടാക്സ് എക്സ്ട്രാ കൊടുക്കണേ. എന്നാലും ഒരു മുട്ട പപ്സിനേക്കാളും ലാഭമല്ലേ അല്ലേ? അപ്പോൾ ആ പിക്കിൾ പപ്പടം കൗണ്ടറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് അഫ്ഗാനി മുറുക്ക് ടിക്കി ഉണ്ട്. പിന്നെ പുദീന പനീർ ഉണ്ട്. ആട്ടിറച്ചി ചുരുട്ടുണ്ട്. അതായത് സ്പ്രിംഗ് റോളില്ലേ, അതിൻ്റെ അകത്ത് മട്ടൺ ഇട്ട പോലത്തെ റൈറ്റാണ്. പിന്നെ ആട്ടിറച്ചി സൂപ്പുണ്ട്, മത്തിക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബത്താസ് ഉണ്ട്, അതായത് മധുരക്കിഴങ്ങുണ്ട്, പിന്നെ കോഴി ബിരിയാണി ഉണ്ട്, പോത്തിറച്ചി കറി ഉണ്ട്, മട്ടൻ കറി ഉണ്ട്, മീൻ കറി ഉണ്ട്, ചിക്കൻ കറി, ചിക്കൻ മുളകിട്ടതുണ്ട്, പച്ചക്കറി ഉണ്ട്, പിന്നെന്താ മത്തങ്ങേൻ്റെ ഒരു കറിയുണ്ട്, പിന്നെ പുളിങ്കറി ഉണ്ട്, പുളിശ്ശേരി പോലത്തെ ഒരു കറിയുണ്ട്, കോട്ടപ്പയർ വറവുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള പോലെ തോന്നുവേ. ഇനി ഞാൻ ഇവിടുന്ന് തന്നെ ഇതിനേക്കാളും ഐറ്റംസ് ഉള്ള ബുഫേ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഇപ്രാവശ്യം അത്ര അധികം ഐറ്റംസ് ഉള്ള പോലെ തോന്നിയിട്ടില്ലേ. പെർ ഹെഡ് റേറ്റ് വരുന്നത് ₹2200 പ്ലസ് 18% GST ആണ്. ഏകദേശം ₹2650 ₹700 അടുത്ത് വരും. ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഗ്രിൽ ചിക്കൻ ഉണ്ട്. പിന്നെ 2 ടൈപ്പ് പീറ്റ്സ ഉണ്ട്. പിന്നെ ഷവർമയിലും ഉണ്ട് കേട്ടാ. ഇനിയൊരു വെജ് കൗണ്ടർ ഉണ്ട്. ആടാ പനീറിൻ്റെ ഐറ്റം ഉണ്ട്. പിന്നെ പുലാവ് ഉണ്ട്, ദാൽ ഫ്രൈ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു സാലഡ് കൗണ്ടർ ഉണ്ട്. അവിടെ ഞാൻ കേട്ടതും ഇതേവരെ കേൾക്കാത്തതുമായിട്ടുള്ള കുറേ സാലഡ്സ് ഉണ്ട് കേട്ടോ. പോർക്ക് ചോയ്, ആൽമണ്ട് ആൻഡ് ബീഫ് സാലഡ്, സ്പൈസി കുസ്കുസ് ആൻഡ് ചിക്കൻ സാലഡ്, പിന്നെ ലെറ്റ്യൂസും, പിന്നെ കുറേ ഹമ്മൂസ് ഉണ്ട്. വേറെ ബേസിക് സാലഡ് ഉണ്ട്, ടൊമാറ്റോസ് വിത്ത് വേറെന്തോ ഒരു സാലഡ് ഉണ്ട്, പിന്നെ ബ്രുസൽസ് ആൻഡ് സ്പ്രൗട്ട് സാലഡ് ഉണ്ട്, പീറ്റ ബ്രെഡ് ഉണ്ട്, പിന്നെ പംകിൻ സീഡ്സ് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, വാൾനട്ട് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാ കൗണ്ടറിലും പോയി നോക്കി മനസ്സിലാക്കി ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത ശേഷം ഏടെ ഇരിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ഞാനൊരു ലൈവായിട്ടുള്ള ഗ്രിൽ ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ മെഷീനാണ് നേരത്തെ കണ്ടത്. അപ്പോൾ അവിടുന്ന് ആ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കും. എന്നാൽ പിന്നെ മെല്ലെ തുടങ്ങാം അല്ലേ? യഥോ തഥോ ഫലാന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ട് ആദ്യത്തെ റൗണ്ടിൽ ഒരു പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് തിരിച്ചെൻ്റെ ഇരിപ്പിടത്തിൽ വന്നാടി ഇരുന്നേ. 2 ടൈപ്പ് പപ്പടമുണ്ട്, പുദീന പനീറുണ്ട്, അഫ്ഗാനി മുറുക്ക് ടിക്കി ഉണ്ട്, പിന്നെ ഗ്രിൽ പ്രോൺസ് ഉണ്ട്. അത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ് ഗ്രിൽ പ്രോൺസ്. പിന്നെ മറ്റേ ലൈവായിട്ട് ഗ്രില്ല് ചെയ്യുന്ന ചിക്കനും ഉണ്ട്. ആ ഗ്രിൽ ചിക്കണിന് ഏറെക്കുറെ ഒരു മൈൽഡ് ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഈ ചെമ്മീനും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഈ മട്ടൻ ചുരുട്ട് കഴിച്ചു. ഇതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മട്ടൻ സൂപ്പിൽ മുക്കിയിട്ട് ആ മട്ടൻ ചുരുട്ട് കഴിച്ചു നോക്കി. അതിന് ശേഷം മട്ടൻ സൂപ്പ് മാത്രം കുടിച്ചു നോക്കി. സൂപ്പ് എന്നാൽ അപ്പോൾ ഒരു സാധാരണ നാടൻ സൂപ്പ്. പിന്നെ ഇത് എടുത്ത പുദീന പനീറാണ്. പനീർ നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. ആദ്യത്തെ റൗണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച ശേഷം രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ വീണ്ടും ഒരു പുതിയ പ്ലേറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മാർഗരേറ്റ പീച്ച എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബീഫിൻ്റെ സാലഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീറ്റ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ റോളേഡും എടുത്തിട്ടുണ്ട്. ചിക്കൻ റോളേഡും ആ ബീഫിൻ്റെ സാലഡും പീറ്റ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാനൊരു റോൾ ഉണ്ടാക്കി കഴിച്ചിന്. അത് മൂന്നാമത്തെ റൗണ്ട് കഴിച്ച് ഷവർമേനേക്കാളും എത്രയോ അടിപൊളിയായിരുന്നു. ആ ഷവർമ കഴിച്ച് ചെറിയൊരു ഏമ്പക്കം വിട്ട ശേഷം വീണ്ടും ഒരു പ്ലേറ്റായിട്ട് ഞാൻ നാലാമത്തെ റൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്ലേറ്റിൽ തികഞ്ഞിട്ടില്ല. ഒരു 3-4 പ്ലേറ്റ് വേണ്ടി വന്നിന് കേട്ടോ. പൊറോട്ടയുണ്ട്, വെള്ളയപ്പമുണ്ട്, ചോറും കറി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രേവി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത്തവണ ആദ്യം കഴിച്ചത് ഇപ്പം ചൂടോടെ പൊരിച്ചു കൊണ്ടുവന്ന ഈ മീനാണ്. ഇതിൽ മുളകിൻ്റെ കുത്തൽ ആദ്യം അവസാനം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തോ ഒരു വെജ് കട്ട്ലറ്റ് പോലത്തെ ഒരു സാധനമാണ്. ആടെ ചൂടോടെ തട്ടുന്നാണ്ടിട്ട് എടുത്തിയാന്ന്. കുഴപ്പമില്ല കേട്ടോ. അത് കഴിച്ച് നോക്കിയാലോ. അതിന് ശേഷം ചോറും മീൻകറിയും കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചേ. എന്നിട്ട് മത്തി അരച്ച് വെച്ച കറി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം മത്തി എടുത്തിട്ടും കഴിച്ച് നോക്കി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു നാടൻ ഫ്ലേവറുള്ള മത്തിക്കറി. പിന്നെ മീൻ മുളകിട്ടത് ഒഴിച്ച് ആ ചോറിലോട്ട് ഒരു ചെറിയ കഷ്ണം പപ്പടം അങ്ങോട്ട് പൊടിച്ച് ചേർത്ത്, എന്നിട്ട് ആ തൈര് സലാഡ് ഉണ്ടല്ലോ അതെല്ലാം കുഴച്ച് ഒരു ചെറിയ കഷ്ണം മീനും ആ ചോറിലേക്ക് ഉടച്ചിട്ടിതാ.
ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ചേ. നാക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്നിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തണുത്ത ബത്തക്ക ജ്യൂസും കുടിച്ച്. ഒരു തുള്ളി മധുരം പോലും ഇടാത്ത ആ ബത്തക്ക ജ്യൂസ് കുടിച്ച് ഞാൻ അന്നി ഒന്ന് തണുപ്പിച്ച്, എന്നിട്ട് എൻ്റെ ദാഹം ഒന്ന് മാറ്റിയ ശേഷമോ അടുത്ത റൗണ്ടിലേക്ക് കടന്നേ. ഇപ്രാവശ്യം ഞാൻ കഴിക്കുന്നത് വെള്ളയപ്പവും പൊറോട്ടയാണ്. ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 3, 4, 5 കറിയുണ്ട് എൻ്റെ മുമ്പിൽ. സോറി, 5 അല്ല 6 കറിയുണ്ട്. ആ മീൻ മുളകിട്ടതുണ്ട്, പിന്നെ 2 ടൈപ്പ് ചിക്കൻ കറിയുണ്ട്, 2 ടൈപ്പ് മട്ടൻ കറിയുണ്ട്, പിന്നെ ഒരു ബീഫിൻ്റെ കറിയുണ്ട്. ഇപ്പം ഞാൻ പൊറോട്ടേൻ്റെ മേലേക്ക് ഒഴിച്ചിട്ടുള്ളത് ചിക്കൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, പൊറോട്ടേൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് കീറി ഇങ്ങോട്ട് എടുത്തേ. നല്ല തടിയുണ്ട് കേട്ടോ പൊറോട്ട, നല്ല ഒരവുള്ള പൊറോട്ടയാണ്. എന്നിട്ട് ആ ചിക്കൻ പീസിനൂടെ ചേർത്ത് വെച്ച് ലേശം ആ കറിയിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കി കേട്ടോ. ഓഫ്, ആ കറി ഒരു രക്ഷയില്ല. അതിനുശേഷം ആ ചെറിയ സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് ഇപ്പം പൊറോട്ടേൻ്റെ മേലേക്ക് ഒഴിച്ചിട്ടുള്ളത് ബീഫാണ്. എന്നിട്ട് പൊറോട്ടയും ബീഫും കൂടെ ചേർത്ത് പിടിച്ച്. ബീഫ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് മട്ടൻ കറിയാണ്. ഞാൻ എടുക്കാൻ പോയ സമയത്ത് മട്ടൻ്റെ പാത്രത്തിൽ കുറേ കഷ്ണമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 2 പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മട്ടണും നല്ല സോഫ്റ്റ് ആട്ടതാ കണ്ട. അങ്ങനെ മട്ടണും മെല്ലെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പൊറോട്ടേൻ്റെ മേലേക്ക് ഒഴിച്ചത് ഈ ചിക്കൻ മുളകിട്ടതാ. കറിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ചിക്കൻ മുളകിട്ടതിൽ ആ മുളകിൻ്റെ കുത്തൽ വല്ലാണ്ട് ഉണ്ടേനും കേട്ടോ. പിന്നെ പൊറോട്ട ഭയങ്കര തടിയും, അത് നല്ലോണം അടിച്ചിരുന്നെങ്കിൽ അടിപൊളിയായേനെ. വെള്ളയപ്പം ഭയങ്കരമാണെന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് ചെമ്മീനും കൂടെ പറഞ്ഞു. അത് കഴിച്ചതിന് ശേഷം കോഴി ബിരിയാണി എടുത്ത്. ബിരിയാണി ഇനിയിപ്പം തട്ടുകടയിൽനിന്നായാലും ശരി, ഇനിയല്ല 5 സ്റ്റാർ ഹോട്ടലിനായാലും ശരി, നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു രീതി ഉണ്ട് കേട്ടോ കഴിക്കാൻ. അതേ രീതി തന്നെയാണ് ഞാൻ ഇവിടുന്നും കഴിച്ചത്. ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കിയ ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് അങ്ങനെ 2 തവണ കഴിച്ചിട്ട് ആ ബിരിയാണീൻ്റെ ഒരു ഇരിപ്പ് വശം മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഇങ്ങനെ കഴിക്കുക. അതായത് ഈത്തപ്പഴം, ബീട്രൂട്ട് അച്ചാറും പിന്നെ പുതിന ചമ്മന്തിയും തൈര് സലാഡെല്ലാം കൂട്ടിയിട്ട് ബിരിയാണി നൈസായിട്ട് അവിടെ കുഴച്ചവിടെ വെച്ച്, എന്നിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസും വെച്ചിട്ട്, എന്നിട്ട് പിന്നെ ചെമ്മീൻ്റെ കൂടെയും കഴിച്ച് നോക്കിന് കേട്ടോ ബിരിയാണി. ഈ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് അടിപൊളിയാവേണ്ട ഒരു ജസ്റ്റ് ഒരു ആവറേജ് ആവൂലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. അതും കൂടെ കഴിച്ച് കഴിഞ്ഞേരോ മെയിൻ കോഴ്സിലുണ്ടായിരുന്ന ഏറെക്കുറെ ഐറ്റംസ് എല്ലാം ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയണത് ഡിസേർട്ടാണ്. നേരെ ഡിസേർട്ട് കൗണ്ടറിൽ പോയി ഒരു 3 പ്ലേറ്റ് എടുത്തിട്ട് ചങ്ങായിക്ക് കൊടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞ് ആടിയുള്ള എല്ലാ ഐറ്റംസും ഈ പ്ലേറ്റിൽ വിളമ്പിക്കൊന്ന്. എന്നിട്ട് ആ 3 പ്ലേറ്റും ഒരാളുടെ സഹായത്തോടു കൂടി എടുത്തിട്ട് ഞാൻ തിരിച്ചെൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. ഇത് ഗോതമ്പ് പായസമാണ്. ഗോതമ്പ് പായസം ഈ രീതിയിൽ ഇടുന്ന ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ചത് ഇളം ഗോതമ്പ് പായസത്തിൽ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീം ഇട്ടിട്ടാണ്. ഇത് പിന്നെ ഒരു ഹൽവയാണ്. ആ ഹൽവയും വെനില ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടും കഴിച്ചിന്. അതിന് ശേഷം കഴിച്ചത് പാൽപ്പായസവും സ്ട്രോബെറി ഐസ്ക്രീമും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ്. അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ഗോതമ്പ് പായസം വെനില ഐസ്ക്രീം ഇല്ലേ, ആ കോമ്പിനേഷനാണ്. അതിന് ശേഷം ഒരു ബ്രൗണി കഴിച്ച്. ബ്രൗണി കുറച്ച് ഓവറായിട്ട് കരിഞ്ഞു പോയിന് കേട്ടോ. ഇത് പിന്നെ എന്തോ ഒരു ടൈപ്പ് പേസ്ട്രിയാണ്. ഇത് പിന്നെ വേറെ ടൈപ്പ് പേസ്ട്രിയാണ്. ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റ് എനിക്കറിയില്ല. ആ 3 കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇതായിരുന്നു കേട്ടോ അതിൽ കൂടുതൽ ടേസ്റ്റി. പിന്നെ ഈ വെനില പേസ്ട്രിയിലേക്ക് സ്പൂൺ ഇറക്കിയാലോ എൻ്റെ കൈ ചെറുങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ബേസൻ ലഡു കഴിച്ചു. ബേസൻ ലഡു അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സാധാരണ ചോക്ലേറ്റ് പേസ്ട്രിയും കഴിച്ചിന്. ഇതെന്നാ സാധനം എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അതിൻ്റെ അകത്താകെ ടേസ്റ്റ് ഉണ്ടായിരുന്നത് ആ ബ്ലൂബെറി മാത്രമാണ്. പിന്നെ ഇത് ചോക്ലേറ്റ് മൂസാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, പക്ഷേ ചോക്ലേറ്റിന് ആ ഒരു റിച്ച്നെസ്സോ ഡെപ്തോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ വലിയ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ചോക്ലേറ്റിൻ്റെ ഐറ്റായിരുന്നു. ഈ സാധനമല്ലോ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഫോർക്ക് കൊണ്ട് പതുക്കെ ഇങ്ങനെ നുണഞ്ഞെടുത്ത് കഴിക്കേണ്ട സാധനമാണ്. പക്ഷെ ഞമ്മക്കെന്ത് ഫോർക്ക്, ഞാൻ കൈ കൊണ്ട് ഇതാ ഇങ്ങനെ പിടിച്ച് പറിച്ചിട്ട് നുള്ളി പറിച്ചിട്ടല്ല ഇത് കഴിച്ചിന്. സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം പറയാമല്ലോ, ഡിസേർട്ടല്ലോ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനം കുറച്ച് സാലഡും പീറ്റ ബ്രെഡെല്ലാം കഴിച്ചിന്. അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ വിട്ടുപോയ ഒരു 3 ഐറ്റംസ് ഉണ്ടായിരുന്നു, അതും കഴിച്ച് കേട്ടാ. അത് ഫിഷും ബീഫല്ലായിരുന്നു. ഇനി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു വിത്തൗട്ട് കട്ടനും കുടിച്ചു. ഇനി ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 റെസ്റ്റോറൻറ്റ് പൂട്ടാനായി എന്ന് പറഞ്ഞു എന്നോട് വന്നിട്ട്. അപ്പം സാറിന് വേണമെങ്കിൽ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പോയിട്ട് ലേശം ഫ്രൂട്ട്സും എടുത്ത് ലേശം നട്ട്സും കഴിച്ചിട്ട് കയ്യും കഴുകി ഈടെ കയറി ഭാരം ഇറക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ ഞാൻ പതുക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടാ. അപ്പോൾ സ്പോട്ട് മനസ്സിലായിട്ടില്ലേ, കൊച്ചി ഗ്രാൻഡ് ഹയാത്താണ്. അങ്ങനെ അയിലൂട്ടിയിലൂട്ടിയെല്ലാം കുറച്ച് നേരം നടന്ന് അവിടെ നിർത്തിയിട്ടില്ല. ലെക്സസ് LC 500 കണ്ടേ ഞങ്ങൾ. എൻ്റെ അമ്മോ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പോയത് പനമ്പള്ളി നഗറിലേക്കാണ്. ഇവിടെയാണ് കേരളത്തിലെ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം സ്പോട്ട് ഉള്ളത്, ഷ്വേസ്. ഇവിടെ പോയിട്ട് ഇവിടുന്നൊരു ചോക്ലേറ്റ് മാഷ് മെലോയും പറഞ്ഞ് പിന്നൊരു കൊസോങ് വെനീലയും പറഞ്ഞ് അത് രണ്ടും കഴിച്ച്, എന്നിട്ട് ഒരു ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ട് അതും ഊതി ഊതി കുടിച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോയി കേട്ടാ. ഇവർ ഐസ്ക്രീം ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പം ശരി.